ഹായ് ഡിയർ വൺസ്, വെൽക്കം ടു CSCB റാങ്കർ. ഇനി അടുത്തത് നമുക്ക് പഠിക്കാനുള്ളത് എക്സ്പെൻഡിച്ചറാണ്. എക്സ്പെൻഡിച്ചർ മീൻസ് റിസോഴ്സസ് കൺസ്യൂംഡ്. ചിലവ് അല്ലെങ്കിൽ ചിലവഴിക്കൽ, അതായത് വിഭവങ്ങൾ ഉപയോഗിക്കുന്നതാണ് എക്സ്പെൻഡിച്ചർ. അത് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറും ഉണ്ട്, റവന്യൂ എക്സ്പെൻഡിച്ചറും ഉണ്ട്. അതായത് എന്തെങ്കിലും ആസ്തി സ്വന്തമാക്കുന്നതിനോ അല്ലെങ്കിൽ നമ്മുടെ വരുമാനശേഷി വർദ്ധിപ്പിക്കുന്നതിനോ ചെലവഴിക്കുന്നതാണ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ. എന്നാൽ റവന്യൂ എക്സ്പെൻഡിച്ചർ അതേ അക്കൗണ്ടിങ് വർഷത്തിൽ തന്നെ തീരുന്ന ചെലവാണ്. Capital expenditure for acquiring assets or increasing earning capacity. Benefits extend beyond a year. ഇനി അടുത്തത് റവന്യൂ എക്സ്പെൻഡിച്ചർ. ബെനഫിറ്റ്സ് എക്സ്പയർ വിതിൻ ദി സെയിം അക്കൗണ്ടിങ് ഇയർ. ഇനിയുണ്ട് ഡയറക്റ്റ് എക്സ്പെൻസസ് റിലേറ്റഡ് ടു പ്രൊഡക്ഷൻ ഓർ പർച്ചേസ്. എക്സാമ്പിൾ വേജസ്, ഫ്രൈറ്റ്, ക്യാരേജ് ഇൻവേർഡ്, ഇമ്പോർട്ട് ഡ്യൂട്ടി. ഒരു ഉൽപ്പന്നം ഉണ്ടാക്കുന്നതിനോ അല്ലെങ്കിൽ അത് വാങ്ങുന്നതിനോ വേണ്ടിയിട്ട് നേരിട്ട് ബന്ധപ്പെട്ട ചിലവുകളെയാണ് ഡയറക്റ്റ് എക്സ്പെൻസസ് എന്ന് പറയുന്നത്. ഇനി ഇൻഡയറക്റ്റ് എക്സ്പെൻസസോ? അതർ കോസ്റ്റ് നോട്ട് ടൈഡ് ടു പ്രൊഡക്ഷൻ. എക്സാമ്പിൾ റെൻറ്റ്, സാലറി, ഇലക്ട്രിസിറ്റി, കമ്മീഷൻ, അഡ്വർടൈസ്മെൻറ്റ്. അതായത് പ്രൊഡക്ഷനുമായിട്ടോ അതായത് ഉൽപ്പാദനവുമായിട്ട് നേരിട്ട് ബന്ധപ്പെടാത്ത ചിലവുകളാണ് ഇൻഡയറക്റ്റ് എക്സ്പെൻസസ്. അടുത്തത് റവന്യൂസ്, വരുമാനം. ഇൻകം ഏൺഡ് ഫ്രം സെല്ലിംഗ് ഗുഡ്സ് ഓർ പ്രൊവൈഡിംഗ് സർവീസസ്, യൂഷ്വലി റിക്കറിംഗ് ഇൻ നേച്ചർ. മെയിൻ സോഴ്സ് സെയിൽസ്, അതർ സോഴ്സസ് ഫീസ്, കമ്മീഷൻ, ഇൻട്രസ്റ്റ്, ഡിവിഡൻസ്, റോയൽറ്റീസ് ആൻഡ് റെൻറ്റ്. സാധനങ്ങൾ വിൽക്കുന്നതിലൂടെയോ അല്ലെങ്കിൽ സേവനങ്ങൾ കൊടുക്കുമ്പോഴോ ആണ് ലഭിക്കുന്നതാണ് വരുമാനം. അത് സാധാരണയായിട്ട് സ്ഥിരമായിട്ട് ആവർത്തിച്ച് ലഭിക്കുന്ന ഒരു നേച്ചറായിരിക്കും. അതുപോലെ തന്നെ വിൽപ്പനയാണ് പ്രധാന വരുമാന ഉറവിടം. എന്തെന്ന് പറഞ്ഞാലും സെയിൽസിൽ കൂടിയായിരിക്കും നമുക്ക് വരുമാനം കൂടുതലായിട്ടും കിട്ടുക. പിന്നെ മറ്റ് സോഴ്സസുകളാണ് ഫീസ്, കമ്മീഷൻ, ഇൻട്രസ്റ്റ്, അതുപോലെ ലാഭവിഹിതം, റോയൽറ്റി, റെൻറ്റ് മുതലായവയൊക്കെ. നെക്സ്റ്റ് ഡ്രോയിങ്സ്. ക്യാഷ് ഓർ അസറ്റ്സ് withdrawn by the owner for personal use. വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് കമ്പനിയിൽ നിന്ന് ക്യാഷോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിലുള്ള അസറ്റ്സോ ഡ്രോ ചെയ്യുന്നതാണ് ഡ്രോയിങ്സ്. അതായത് ഓണർ ഡ്രോ ചെയ്യുകയാണ്. ഇനി അടുത്തത് ക്യാപിറ്റൽ. മണി ഓർ അസറ്റ്സ് ഇൻവെസ്റ്റഡ് ബൈ ദി ഓണർ ഇൻ ദ ബിസിനസ്. ക്യാപിറ്റൽ എന്താണ്? എന്തെങ്കിലും അസറ്റ്സുകൾ അല്ലെങ്കിൽ ക്യാഷ് ഓണർ ബിസിനസ്സിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നതാണ് ക്യാപിറ്റൽ. ഇനി ക്യാപിറ്റൽ ക്ലാസിഫിക്കേഷനുണ്ട്. ഫിക്സഡ് ക്യാപിറ്റലും വർക്കിംഗ് ക്യാപിറ്റലും. ഫിക്സഡ് ക്യാപിറ്റൽ മീൻസ് ഇൻവെസ്റ്റഡ് ഇൻ ഫിക്സഡ് അസറ്റ്സുകൾ. ഫിക്സഡ് അസറ്റിലോട്ട്, അതായത് ഒരു കമ്പനിയുടെ അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിൻ്റെ ലോങ് ടൈം യൂസിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഏണിംഗ് കപ്പാസിറ്റി കൂട്ടുന്നതിന് വേണ്ടിയിട്ടോ ഉപയോഗിക്കുന്ന അസറ്റുകളിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നതാണ് ഫിക്സഡ് ക്യാപിറ്റൽ. ഇനി വർക്കിംഗ് ക്യാപിറ്റലോ? നെറ്റ് കറൻറ്റ് അസറ്റ്സ് യൂസ്ഡ് ഇൻ ഡെയിലി ഓപ്പറേഷൻസ്. നിത്യച്ചെലവുകൾക്ക് അല്ലെങ്കിൽ ആ കമ്പനി വർക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ചിലവാക്കുന്ന അതാണ് വർക്കിംഗ് ക്യാപിറ്റൽ. നെക്സ്റ്റ് ക്യാരേജ്. ട്രാൻസ്പോർട്ട് കോസ്റ്റ് ഫോർ ബ്രിങ്ങിങ് ഗുഡ്സ് ഇൻ ഓർ സെൻഡിങ് ഫിനിഷ്ഡ് ഗുഡ്സ് ഔട്ട്. അതായത് സാധനങ്ങൾ വാങ്ങിക്കൊണ്ടുവരുന്നതിനോ അല്ലെങ്കിൽ ഉൽപ്പാദിപ്പിച്ച സാധനങ്ങൾ പുറത്തേക്ക് അയക്കുന്നതിനോ വരുന്ന ഗതാഗത ചിലവിനെയാണ് ക്യാരേജ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഫ്രൈറ്റ്. ചാർജസ് പെയ്ഡ് ടു ഷിപ്പിംഗ് കമ്പനീസ് ഫോർ ട്രാൻസ്പോർട്ടിംഗ് ഗുഡ്സ്. അതായത് ചരക്ക് കൂലി എന്ന് പറയും. ചരക്കുകൾ അല്ലെങ്കിൽ നമ്മളുടെ പ്രോഡക്റ്റുകൾ കൊണ്ടുപോകുന്നതിനായിട്ട് ഷിപ്പിംഗ് കമ്പനികൾക്ക് നൽകുന്ന ചിലവാണ് ഫ്രൈറ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഒക്ട്രോയി. ടാക്സ് പെയ്ഡ് വെൻ ഗുഡ്സ് എൻറ്റർ മുനിസിപ്പൽ ലിമിറ്റ്സ്. അതായത് പ്രധാനമായിട്ടും പ്രവേശന നികുതി എന്ന് പറയും. സാധനങ്ങളൊക്കെ മുനിസിപ്പൽ പരിധിയിൽ പ്രവേശിക്കുമ്പോൾ അടയ്ക്കേണ്ട നികുതിയാണ് ഒക്ട്രോയി. നെക്സ്റ്റ് ഡിസ്കൗണ്ട്.
റിഡക്ഷൻ ഇൻ സെല്ലിംഗ് പ്രൈസ് ഓർ എമൗണ്ട് ഡ്യൂ. ഇളവ് കൊടുക്കുന്നതാണ് ഡിസ്കൗണ്ട്. വിൽപ്പന വിലയിലോ അല്ലെങ്കിൽ അടയ്ക്കേണ്ട തുകയിലോ ഇളവ് കൊടുക്കുന്നതാണ് ഡിസ്കൗണ്ട്. നെക്സ്റ്റ്, ട്രേഡ് ഡിസ്കൗണ്ട്. ഗിവൺ അറ്റ് ടൈം ഓഫ് പർച്ചേസ് ഓർ സെയിൽ, എൻകറേജസ് ബൾക്ക് ബൈയിങ്, നോട്ട് റെക്കോർഡഡ് ഇൻ ബുക്സ്. സാധനങ്ങൾ വാങ്ങുമ്പോഴോ വിൽക്കുമ്പോഴോ നൽകുന്ന ഇളവാണ് ട്രേഡ് ഡിസ്കൗണ്ട്. അത് വലിയ തോതിലുള്ള വാങ്ങലിനെ എപ്പോഴും പ്രൊമോട്ട് ചെയ്യുന്നു. അതുപോലെ ഇത് അക്കൗണ്ടിങ് ബുക്സുകളിലൊന്നും കാണിക്കാറുമില്ല. ക്യാഷ് ഡിസ്കൗണ്ട് ഗിവൺ ഫോർ പ്രോംപ്റ്റ് പേയ്മെൻറ്റ്, റെക്കോർഡഡ് ഇൻ ബുക്സ്. കൃത്യമായിട്ട് പണം അടച്ചു തീർക്കുന്നവർക്ക് നൽകുന്ന ഇളവാണ് ക്യാഷ് ഡിസ്കൗണ്ട്. ഇത് അക്കൗണ്ട്സ് ബുക്കുകളിൽ രേഖപ്പെടുത്തുന്ന ചിലവാണ്. ഡെലിവറി നോട്ട്, ഡോക്യുമെൻറ്റ് സെൻഡ് വിത്ത് ഗുഡ്സ് ഡ്യൂറിങ് ഡെലിവറി. സാധനങ്ങൾ കൈമാറുമ്പോൾ കൂടെ അയക്കുന്ന രേഖയാണ് ഡെലിവറി നോട്ട് എന്ന് പറയുന്നത്. ടേൺ ഓവർ, ടോട്ടൽ ഇൻകം ഫ്രം ക്യാഷ് ആൻഡ് ക്രെഡിറ്റ് സെയിൽസ്. വിൽപ്പനയിൽ നിന്ന് കിട്ടുന്ന ആകെ വരുമാനമാണ് ടേൺ ഓവർ. അത് ക്യാഷ് ആകാം, ക്രെഡിറ്റ് ആകാം, പണമായിട്ടോ അല്ലെങ്കിൽ കടമായിട്ടോ ആകാം. അടുത്തത് ഡബിൾ എൻട്രി സിസ്റ്റത്തെക്കുറിച്ചാണ് പറയുന്നത്. ഡെവലപ്ഡ് ബൈ ലൂക്ക പാസിയോളി ഇൻ 1494, റെക്കോർഡ്സ് 2 aspects ഓഫ് എവരി ട്രാൻസാക്ഷൻ, ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ്. 1494 ലൂക്ക പാസിയോളി വികസിപ്പിച്ചെടുത്തതാണ് ഈ ഡബിൾ എൻട്രി സിസ്റ്റം. അതായത് ഓരോ ഇടപാടിനും 2 വശങ്ങളുണ്ടെന്ന് പറയുന്നു, ഡെബിറ്റും ക്രെഡിറ്റും. നെക്സ്റ്റ്, ടൈപ്സ് ഓഫ് അക്കൗണ്ട്സ്. പേഴ്സണൽ അക്കൗണ്ട്, റിയൽ അക്കൗണ്ട് ആൻഡ് നോമിനൽ അക്കൗണ്ട്. ഫസ്റ്റ്, പേഴ്സണൽ അക്കൗണ്ട് ഡീൽസ് വിത്ത് പേഴ്സൺസ് ഓർ ഫേംസ്. റിസീവർ ഡെബിറ്റ് ചെയ്യും, ഗിവർ ക്രെഡിറ്റ് ചെയ്യും. 3 തരത്തിലുള്ള അക്കൗണ്ട്സുകളാണുള്ളത്. പേഴ്സണൽ അക്കൗണ്ട്, റിയൽ അക്കൗണ്ടും നോമിനൽ അക്കൗണ്ടും. ഇതിൽ പേഴ്സണൽ അക്കൗണ്ട് എന്ന് പറയുന്നത് വ്യക്തികളുമായിട്ടോ സ്ഥാപനങ്ങളുമായിട്ടോ ബന്ധപ്പെട്ടതാണ്. അതിൽ റിസീവ് ചെയ്യുന്നയാളെ ഡെബിറ്റ് ചെയ്യുകയും കൊടുക്കുന്നയാളെ ക്രെഡിറ്റ് ചെയ്യുകയും ചെയ്യുന്നു. നെക്സ്റ്റ്, റിയൽ അക്കൗണ്ട് റിലേറ്റ്സ് ടു അസറ്റ്സ്. അസറ്റ്സ് കമ്മിങ് ഇൻ ഡെബിറ്റ് ആൻഡ് അസറ്റ്സ് ഗോയിങ് ഔട്ട് ക്രെഡിറ്റ്. അസറ്റ്സുകളുമായി ബന്ധപ്പെട്ടതാണ് റിയൽ അക്കൗണ്ട്. വരുന്ന അസറ്റുകളെ ഡെബിറ്റ് ചെയ്യുകയും പോകുന്ന അസറ്റുകളെ ക്രെഡിറ്റ് ചെയ്യുകയും ചെയ്യുന്നു. നെക്സ്റ്റ്, നോമിനൽ അക്കൗണ്ട് ഡീൽസ് വിത്ത് എക്സ്പെൻസസ്, ലോസസ്, ഇൻകംസ് ആൻഡ് ഗെയിൻസ്. എക്സ്പെൻസസ് ഓർ ലോസസ് ഡെബിറ്റ്, ഇൻകംസ് ഓർ ഗെയിൻസ് ക്രെഡിറ്റ്. അതായത് ചിലവുകളും വരുമാനങ്ങളും അതുമായിട്ട് ബന്ധപ്പെട്ടതാണ് നോമിനൽ അക്കൗണ്ട്. എക്സ്പെൻസസ് ചിലവുകളും നഷ്ടങ്ങളും ഡെബിറ്റ് ചെയ്യും, അതുപോലെ വരുമാനങ്ങൾ ക്രെഡിറ്റ് ചെയ്യുകയും ചെയ്യുന്നു. റൂൾസ് ഓഫ് ഡബിൾ എൻട്രി സിസ്റ്റം. ഈ ഡബിൾ എൻട്രി സിസ്റ്റത്തെക്കുറിച്ച് ഇപ്പം നമ്മൾ പറഞ്ഞത് ഒന്നുകൂടി പറയുകയാണ്. ഒന്നാമത്, ബേസിക് പ്രിൻസിപ്പിൾ. എവരി ട്രാൻസാക്ഷൻ ഹാസ് 2 aspects, ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ്. ഡെബിറ്റ് ഈസ് ഈക്വൽ ടു ക്രെഡിറ്റ്, ഓൾവേസ് ഈക്വൽ. ട്രഡീഷണൽ റൂൾസ്, പേഴ്സണൽ അക്കൗണ്ട് ഡെബിറ്റ് റിസീവർ, ക്രെഡിറ്റ് ഗിവർ. റിയൽ അക്കൗണ്ട് ഡെബിറ്റ് വാട്ട് കംസ് ഇൻ, ക്രെഡിറ്റ് വാട്ട് ഗോസ് ഔട്ട്. നോമിനൽ അക്കൗണ്ട് ഡെബിറ്റ് എക്സ്പെൻസസ് ആൻഡ് ലോസസ്, ക്രെഡിറ്റ് ഇൻകം ആൻഡ് ഗെയിൻസ്. ഇനി ഇതിനൊരു ഓൾട്ടർനേറ്റീവ് മോഡേൺ റൂളും കൂടിയുണ്ട്. അസറ്റ്സ് ആൻഡ് എക്സ്പെൻസസ് ഡെബിറ്റ് ഇൻക്രീസസ്, ക്രെഡിറ്റ് ഡിക്രീസസ്. ലയബിലിറ്റീസ്, ക്യാപിറ്റൽ ആൻഡ് ഇൻകം ഡെബിറ്റ് ഡിക്രീസ്, ക്രെഡിറ്റ് ഇൻക്രീസ്. അതായത് അസറ്റും എക്സ്പെൻസസും ഡെബിറ്റ് ബാലൻസ് ആണ്, അതുകൊണ്ട് അത് കൂടുമ്പോൾ ഡെബിറ്റ് ചെയ്യുന്നു. അതുപോലെ ലയബിലിറ്റീസ്, ക്യാപിറ്റൽ, ഇൻകം ഇത് ക്രെഡിറ്റ് ബാലൻസ് ആണ്, അത് കൂടുമ്പോൾ ക്രെഡിറ്റ് ചെയ്യണം. നെക്സ്റ്റ്, ജേണൽ. എന്താണ് ജേണൽ? ബുക്സ് ഓഫ് ഒറിജിനൽ എൻട്രി, ഫസ്റ്റ് റെക്കോർഡ് ഓഫ് ട്രാൻസാക്ഷൻസ്. ജേണലൈസിംഗ്, പ്രോസസ് ഓഫ് റെക്കോർഡിംഗ് ട്രാൻസാക്ഷൻസ്. ജേണൽ എൻട്രി, ഈച്ച് റെക്കോർഡ് ട്രാൻസാക്ഷൻ. ജേണൽ ഫോളിയോ, പേജ് റെഫറൻസ് ഓഫ് ജേണൽ എൻട്രി. ഒരു ട്രാൻസാക്ഷനെ ആദ്യം രേഖപ്പെടുത്തുന്ന ബുക്കാണ് ജേണൽ.
ഇങ്ങനെ ഈ രേഖപ്പെടുത്തുന്ന ഈ റെക്കോർഡ് ചെയ്യുന്ന ആ പ്രോസസ്സിനെ പറയുന്നതാണ് ജേർണലൈസിങ്. അതുപോലെ ആ റെക്കോർഡ് ചെയ്ത ഒരു ട്രാൻസാക്ഷൻ അതിനെയാണ് റെക്കോർഡഡ് ചെയ്ത ആ ട്രാൻസാക്ഷനെയാണ് ജേർണൽ എൻട്രി എന്ന് പറയുന്നത്. ഇനിയോ ജേർണൽ എൻട്രി രേഖപ്പെടുത്തിയ പേജിൻ്റെ സൂചനയാണ് ജേർണൽ ഫോളിയോ എന്ന് പറയുന്നത്. ഫോം ഓഫ് ജേർണൽ കോളംസ് ഇൻ എ ജേർണൽ ഇയർ, മന്ത്, ഡേറ്റ് ഓഫ് ട്രാൻസാക്ഷനും സ്പെസിഫിക് ഡേയും കൊടുക്കണം. പിന്നെ ലെഡ്ജർ ഫോളിയോ നമ്പർ, ലെഡ്ജർ പേജ് റെഫറൻസ്, പർട്ടിക്കുലേഴ്സ്, ഡീറ്റെയിൽസ് ഓഫ് അക്കൗണ്ട്സ്, ദെൻ ഡെബിറ്റ് എമൗണ്ട്, അത് കഴിഞ്ഞാൽ ക്രെഡിറ്റ് എമൗണ്ട്. അപ്പോൾ ഒരു ജേർണലിൻ്റെ ഫോമാണ് ഇവിടെ പറയുന്നത്. ആദ്യം ഡേറ്റ്, അത് ഇയർ, മന്ത്, ഡേറ്റ് എന്നുള്ള രീതിയിൽ. പിന്നെ അടുത്തത് ലെഡ്ജർ ഫോളിയോ. ലെഡ്ജറിൽ ഈ സ്പെസിഫിക് ട്രാൻസാക്ഷൻ ജേർണലിൽ വന്നേക്കുന്ന ആ ഒരു റെഫറൻസ് നമ്പർ, പിന്നെ പർട്ടിക്കുലേഴ്സിൽ എന്ത് തരം ട്രാൻസാക്ഷനാണ് അവിടെ നടക്കുന്നത്, അതുപോലെ ആദ്യം ഡെബിറ്റായ എമൗണ്ട്, പിന്നീട് ക്രെഡിറ്റായ എമൗണ്ട്. ഇനിയൊരു മെമ്മറി ട്രിക്കാണ്. നമ്മൾ എപ്പോഴും ഡെബിറ്റും ക്രെഡിറ്റും മാറിപ്പോകാൻ ഒരു ചാൻസ് ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് DEAD എന്താണ്? ഡെബിറ്റ് എക്സ്പെൻസസ്, അസറ്റ്സ്, ഡ്രോയിങ്സ്. ഇനി ക്രെഡിറ്റോ? ക്ലിക്ക്, ക്രെഡിറ്റ് ലയബിലിറ്റീസ്, ഇൻകം ആൻഡ് ക്യാപിറ്റൽ. അതൊന്നും പറ്റുമെങ്കിൽ ഓർത്തിരുന്നോളൂ കേട്ടോ. ഇനി സിമ്പിൾ ആൻഡ് കോമ്പൗണ്ട് ജേർണൽ എൻട്രി എന്താണ്? സിമ്പിൾ ജേർണൽ എൻട്രിയിൽ ഓൺലി 1 ഡെബിറ്റ് ആൻഡ് 1 ക്രെഡിറ്റ്, ഒരു ഡെബിറ്റും ഒരു ക്രെഡിറ്റും മാത്രമുള്ളതാണ് സിമ്പിൾ ജേർണൽ എൻട്രി. ഇനി അടുത്തതോ കോമ്പൗണ്ട് ജേർണൽ എൻട്രി ഹാസ് മോർ ദാൻ 1 ഡെബിറ്റ് ആൻഡ് ഓർ ക്രെഡിറ്റ്. ഒന്നിലധികം ഡെബിറ്റോ അല്ലെങ്കിൽ ക്രെഡിറ്റോ വരുന്നതാണ് കോമ്പൗണ്ട് ജേർണൽ എൻട്രി. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ തീരാണ്. താങ്ക് യു ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുക. എല്ലാവരും ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.